ഗോക്യോ ട്രീ പോകുന്ന വഴിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രക്ക് ചെയ്യുന്നത് അതായിരിക്കും. ഇന്നലെ ഫുള്ള് മഞ്ഞ് വീഴ്ചയായിരുന്നു. ഫുൾ പവർ സ്നോഫോൾ ആയതുകൊണ്ട് വീഡിയോസും എടുക്കാൻ പറ്റില്ല. ഫോണാണെങ്കിൽ 2 ദിവസം ഫുള്ള് തണുപ്പടിച്ചിട്ട് ഫോൺ ഓണാക്കാതെ വന്നു. അങ്ങനത്തെ ഫുള്ള് ടാസ്ക് ആയിരുന്നു. ഇന്ന് രാവിലെ ഫുള്ള് ഫോൺ ചൂടാക്കി ചാർജ് ചെയ്തപ്പോഴാണ് റെഡിയായത്. അപ്പം ഗോക്യോയുടെ വ്ളോഗാണിന്ന്. അപ്പം നമുക്കിന്ന് പോകേണ്ടത് ഗോക്യോ വരെ പോകുന്ന വഴി അങ്ങനെ ഏറ്റവും ടോപ്പ് ആ മൗണ്ടൻ ഏകദേശം 1000 meters ഇന്ന് എലിവേഷൻ ഉണ്ട്. ട്രക്കിംഗ് സ്വിം ചെയ്യാൻ പാടില്ല, വാഷ് ചെയ്യാൻ പറ്റത്തില്ല. ഹോളി റിവറാണ്, അതുകൊണ്ട് ഇവർ അത്ര അടിപൊളിയായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോഴേക്കും ഇതിൽ സ്വിമ്മി ഇന്നലെ ടീ ഷോപ്പിലെ ഒരു ഫോറിനർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിൽ ഇപ്പം സ്നോ പെയ്യുമ്പം നീന്താൻ നല്ല രസമാണെന്ന്. അപ്പം അവിടുത്തെ ദീദി ആണ് പറഞ്ഞത് ഹോളി റിവറാണ്, ഇവിടെ നീന്താൻ പാടില്ല. ലേക്കിൻ്റെ സൈഡിൽ ഒരു ചെറിയ സ്നോമാൻ. പിന്നെ ഇവിടെ ഫുള്ള് സ്റ്റോൺ ബാലൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നല്ല രസമാണ്. ഒരു രക്ഷയില്ല. മോർണിംഗ് ഇന്നലെ ഫുള്ള് വൈറ്റ് ആയിരുന്നു. ഫോണില്ലാത്തതുകൊണ്ട് സ്നോ പെയ്തതൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ടീംസ് നംജിയിലേക്കുള്ള ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ലാസ്റ്റ് പാസ്സാണ് റെഞ്ചോല പാസ്. അത് നാളെ നമ്മൾ ട്രക്ക് ചെയ്യും. ഇനിയൊരു 2 നൈറ്റ് കൊണ്ട് 3 ഡേ കൊണ്ട് നമ്മൾ ഫുൾ കവർ ചെയ്യും. നംജി എത്തും. ഗോക്യോ 4790 meters എലിവേഷൻ. നമ്മൾ വന്നത് തങ്നാക്കിൽ നിന്നാണ്. 2 hours ട്രക്ക്. 2 hours അല്ല, നല്ല ഗ്ലേഷ്യർ ക്ലൈംബ് ആയതുകൊണ്ട് എനിക്ക് ഏകദേശം 3 hours എടുത്തു. നമുക്ക് നാളെ പോകേണ്ട അങ്ങോട്ടേക്കാണ്, നംജി. റെഞ്ചോല പാസ്, ലാസ്റ്റ് പാസ്. ഈ ഗോക്യോ ലേക്കിൻ്റെ ഫുൾ റൗണ്ട് ഇന്ന് ഈവനിങ് മുമ്പ് നടക്കണമെന്നുണ്ട്. അമ്മാതിരി ബ്യൂട്ടിഫുൾ ലേക്കാണ്, രക്ഷയില്ലത്. ഇവിടെ ഹാമക്കൊക്കെ ഉണ്ട്. 2 ദിവസം സ്റ്റേ ചെയ്ത റൂം ഇതാണ്. ചോയു വ്യൂ ലോഡ്ജ് ആൻഡ് റെസ്റ്റോറൻറ്റ്. നല്ല സർവീസാണ്. ഒരു അമ്മച്ചിയൊക്കെ ഉണ്ട്, നല്ല സർവീസാണ്. എന്നോട് ചൂടുവെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ, ചൂടുവെള്ളമൊക്കെ ഫ്രീ ആയിട്ട് തരും. ബാക്കി എല്ലാവർക്കും പെയ്ഡാണ്. നമ്മുടെ ഈ ഫസ്റ്റ് റൂം, ജനൽ കാണുന്ന റൂം നമ്മുടെ. നല്ല വ്യൂ അവിടുന്ന്. എവറസ്റ്റിലേക്ക് പോവാന്ന് തോന്നുന്നു, ഹെലികോപ്റ്റർ. ഇവിടെ ഫുള്ള് സ്റ്റോൺ ബാലൻസാ, നല്ല രസമുണ്ട് കാണാൻ. ഇവിടുന്ന് പിക്ക് ചെയ്യാൻ വന്ന ആണ്, എവറസ്റ്റിലേക്ക് പോയതല്ല. ഇവിടുന്ന് ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന ഹെലികോപ്റ്ററാണ്. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന ഹെലികോപ്റ്ററാണ്. ഫുഡ് ഐറ്റംസ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കുന്നത് ഇങ്ങനെയാണ്. അതാണ് ഇത്രയും റേറ്റ് കൂടുതൽ ഇവിടുത്തെ ഫുഡിനും. ബാക്കി വെള്ളത്തിന് വരെ റേറ്റ് ഇത്രയും വരുന്നതിന് എക്സ്പെൻസ്. ഇങ്ങനെ ഇവിടെ എത്തിക്കുന്നത് ഹെലികോപ്റ്ററിലാണ്. ഓരോ ഹോട്ടൽസിൽ നിന്നും സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പോകുന്നതാണ് ഈ ആൾക്കാർ.
തിരിച്ച് റിട്ടേൺ പോകുന്നവരും ഉണ്ട് ആ കൂട്ടത്തിൽ. നമ്മുടെ ഹോട്ടൽ ഇതാണ്. അപ്പം ഫുള്ള് സെറ്റായിട്ട് കൊക്യൂറെ ട്രക്കിങ്ങിന് ഇറങ്ങാം. ജസ്റ്റ് ഒന്ന് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് എന്തായാലും ഇറങ്ങാം. ഹോട്ട് ഹാൻഡ്സിൻ്റെ സൂപ്പർ വാമർ, ഇത് അടിപൊളി സാധനമാണ്. ഈ സാധനം നമ്മൾ ഇങ്ങനെ ഷേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ചൂടാണ്. സ്ലീപ്പിംഗ് ബാഗിൻ്റെ അകത്തും ഒക്കെ ഇടുവാണെങ്കിൽ നല്ല വാമായി കിട്ടും. കുറേ നേരം നിൽക്കും. ഇപ്പോഴും ഇന്നലെ നൈറ്റ് എടുത്തതാണ്, എന്നിട്ട് ഇപ്പോഴും ഇതിന് ചൂടുണ്ട്. നല്ല ഒരു സംഭവമാണ്. അപ്പം ഇങ്ങനെ ട്രക്കിങ് വിൻ്റർ ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. ഒരുത്തനവിടെ കുതിരയ്ക്ക് കാവലിരിക്കുന്നു. വേ ടു 4th and 5th ലേക്ക്. അപ്പം അതൊന്ന് നോക്കാം. ഈ വഴി കൂടെ ആണെന്ന് തോന്നുന്നു. അവർ കയറി പോകുന്നുണ്ട്, ഒരു ടീംസ് പോകുന്നുണ്ട്. ഒന്ന് പോയി നോക്കാം. നമ്മളത് അങ്ങനെ അതിൻ്റെ ടോപ്പ് എത്തിയിരിക്കുകയാണ്. ഫുള്ള് ഫോഗ് വന്ന് മൂടിയൊക്കെയാണ്. ലേക്കുണ്ട്, താഴത്തെ ഒരു ചെറിയ ലേക്കുണ്ട്. ഇച്ചിരി കൂടെ കയറി മുന്നോട്ട് പോയി നോക്കാം. അതിൻ്റെ ടോപ്പിലേക്കൊന്ന് പോയി നോക്കാം എന്താ സീനാന്ന്. അവിടെ ഒരു ചെറിയ ലേക്ക് കാണാം. ഇവിടെ ഒരു ചെറിയ ലേക്കുണ്ട്. മേളിലേക്കൊന്ന് പോയി നോക്കാം. ആയതുകൊണ്ട് ക്യാമറ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. 4th and 5th ഇതാന്ന് തോന്നുന്നു. പിന്നെ കുറെ ഇഷ്ടം പോലെ ലേക്ക് ഉണ്ട്. ഫുള്ള് ഗ്ലേഷ്യറാണ്. അവിടെയൊക്കെ ഫുള്ള് ഗ്ലേഷ്യറാ. എവിടെയൊക്കെ ഗ്ലേഷ്യറാണ്. ഓ, ഗോക്യോ ലേക്ക് ക്ലിയറായി. വാവ്, നൈസ് വ്യൂ. നമ്മുടെ മെഡിക്കൽ കിറ്റിലുള്ള സാധനം ഇത്രേ ഉള്ളൂ. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഞാനത് ഫസ്റ്റിലെ എടുക്കാൻ മറന്നുപോയി. മൂവ് ഉണ്ട്, പാരസെറ്റമോള്, ഡെറ്റോള്, ഇത് നമ്മുടെ ടോർച്ചിൽ ഇടാനുള്ള ബാറ്ററി, അമൃതാഞ്ചൻ, ഇത് ഷാമ്പുവും എണ്ണയും, ഇത് വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന ടാബ്ലറ്റാണ്, ഇത് കോട്ടൺ തുണി. പിന്നെ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. മൂവിൻ്റെ സ്പ്രേ ഉണ്ടായിരുന്നു, പിന്നെ ലൂസ് മോഷൻ, പിന്നെ കഫക്കെട്ടിനുള്ള ഗുളിക, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ EBC ട്രക്കിന് പോകുമ്പോഴത്തേക്കും മെഡിസിൻ കിറ്റ് മസ്റ്റാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് വരുന്നതാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്. എല്ലാ ഹോട്ടൽസിലും വൈഫൈ കാർഡ് കിട്ടും. ഇത് നേപ്പാളി 1000 രൂപ കൊടുക്കുകയാണെങ്കിൽ 24 hours 7 GB ലിമിറ്റ്. ഓക്കെയാണ്, നല്ല സ്പീഡൊക്കെ ഉണ്ട്. അപ്പം പൈസ ഉള്ളവർ നെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ കാർഡ് 1000 രൂപയ്ക്ക് 7 GB കിട്ടുന്നതാണ്. അപ്പം ഇന്ന് ദാൽബട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. നൈറ്റിലെ ഫുഡ് ദാൽബട്ടാണ്. നമ്മുടെ സെയിം ടീ ഹൗസ് ദാൽബത്ത്, പവർ, ഫുൾ പവർ 24 hour.